ഒരു വ്യക്തിയുടെ സ്വപ്നം ഗ്രഹങ്ങൾ വരെ സ്പർശിക്കാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കാലഘട്ടത്തെ തന്നെ മാറ്റിയവൻ, പ്രചോദനത്തിൻ്റെ ജീവമൂർത്തി, ഇദ്ദേഹമാണ് എലോൺ മസ്ക്. ചിലർ സ്വപ്നങ്ങൾ കാണുന്നു, ചിലർ അതിൽ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹം സ്വപ്നങ്ങളെയും ഭാവിയെയും സ്വന്തമാക്കി ജീവിച്ചവനാണ്. എലോൺ മസ്ക് നമ്മോട് പറയുന്നു, സ്വപ്നം കാണാൻ പേടിക്കണ്ട, അത് വലിയതാകട്ടെ. കാരണം അതിനായി നീ ശ്രമിക്കുന്നുവെങ്കിൽ ആകാശം പോലും അതിരല്ല. ഇന്ന് അദ്ദേഹം $1 ട്രില്യൺ ഉടമയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ കണക്കാക്കാനാകാത്ത ധൈര്യമാണ്. 1971 ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിൽ ജനിച്ച എലോൺ മസ്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു ടെക്നോളജി ആസ്വാദകനും പുസ്തക വായനയിൽ ആകൃഷ്ടനുമായിരുന്നു. 12-ാം വയസ്സിൽ തന്നെ കമ്പ്യൂട്ടറിൽ ഗെയിം കോഡ് ചെയ്ത് വിറ്റു. അതിൻ്റെ വില വെറും $500. ഒരു സ്വപ്നം ജീവിതത്തിലേക്ക് എത്താൻ എലോൺ ആദ്യം കാനഡയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും പോയി. പണമില്ല, ബന്ധുക്കളില്ല, പക്ഷേ മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു. വീടില്ലാതെ ഗതികെട്ട് ഓഫീസുകളിൽ ഉറങ്ങുന്ന രാത്രികളും പാർട്ട് ടൈം ജോബുകളും ബുദ്ധിമുട്ടുകളുടെ അലയടിയിലും അദ്ദേഹം ഉറച്ചു നിന്നു. സിപ്പ്2 എന്ന സോഫ്റ്റ്വെയർ കമ്പനി സഹോദരൻ കിംബാളിനൊപ്പം ആരംഭിച്ചു. പിന്നീടത് $300 മില്യൺ വിറ്റു. അതിനുശേഷം അദ്ദേഹം സ്ഥാപിച്ച X.com എന്ന ഓൺലൈൻ ബാങ്കിംഗ് ആരംഭം ഇന്ന് നമ്മളറിയുന്ന പേപാലായി മാറി. അതിനുശേഷം അത് eBayക്ക് വിറ്റപ്പോൾ ലഭിച്ചത് $165 മില്യൺ. ഇലക്ട്രിക് കാർ വിജയിക്കില്ല എന്നായിരുന്നു എല്ലാ വാഹന നിർമ്മാതാക്കളുടെയും ധാരണ. പക്ഷേ എലോൺ വിവരശൂന്യതയല്ല, ഭയമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ടെസ്ലയെ തുടക്കം കുറിച്ചു. ഇന്ന് ടെസ്ലയെ കാണുമ്പോൾ നമ്മുടെ ഭാവിയെയാണ് കാണുന്നത്. വ്യതിയാനത്തെ ഭയക്കുന്ന ഒരു കാലത്ത് എലോൺ ഭാവിയിലേക്ക് ഓടുകയായിരുന്നു. റോക്കറ്റ് വിജയം നേടാൻ 100 കോടികൾ വേണ്ടിവരും. അതിനാൽ സ്വകാര്യ കമ്പനിക്ക് ഇതെങ്ങനെ സാധിക്കുമെന്ന് എല്ലാവരും സംശയിച്ചു. പക്ഷേ എലോൺ പറഞ്ഞു, ഞാൻ അതിന് ശ്രമിക്കും, പരാജയപ്പെട്ടാൽ ഇല്ലാതാവട്ടെ. സ്പേസ് എക്സിൻ്റെ ആദ്യ 3 വിക്ഷേപണങ്ങൾ പരാജയമായി. അവസാനത്തെ അവസരമായ 4ാമത്തെ ലോഞ്ച് വിജയിച്ചു. അതിനുശേഷം നാസ പോലും സ്പേസ് എക്സിനെ വിശ്വസിച്ചു. മനുഷ്യൻ്റെ ആരോഗ്യം, സന്ദേശവിനിമയം, ഊർജ്ജക്ഷേമം എല്ലാം എലോൺ ചേർത്തു പിടിച്ചു. ലോകത്തെ മുഴുവൻ ഇൻ്റർനെറ്റിലേക്ക് സ്റ്റാർലിങ്കും, മാനവബുദ്ധിയെ മെഷീനുമായി ബന്ധിപ്പിക്കാൻ ന്യൂറാലിങ്കും, ഭൂമിക്ക് സൗരോർജ്ജം നൽകാൻ സോളാർ സിറ്റി എന്ന ആശയവും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. നിനക്കും സ്വപ്നം കാണാം, നിനക്കും വിജയിക്കാം. എലോൺ മസ്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു,